നമസ്കാരം. TCB സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടതെന്ന് മർദ്ദനത്തിനിരയായ ഭാര്യ പ്രിയങ്ക. പൂങ്കുന്നത്ത് കഴിഞ്ഞ ദിവസം മലമ്പാമ്പിനെ പിടികൂടിയ വീട്ടിൽ ഇന്നും തിരച്ചിൽ നടത്തി. കാർത്തികിന്റെ വീട്ടുമതിൽ പൊളിച്ചു നടത്തിയ തിരച്ചിലിൽ 22 പാമ്പിൻ മുട്ടകൾ കണ്ടെത്തി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കേച്ചേരിയിൽ ലോറി മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനക്കല്ല് സ്വദേശി 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി P. വിജയനെ നിയമിച്ചു. K. കാർത്തികേയൻ തൃശൂർ DIG. മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ആവേശം വാനോളം ഉയർന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയർക്ക് ആദ്യ വിജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ തകർത്ത് മെക്സിക്കോ. വിവാദങ്ങൾക്ക് വിട നൽകി ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തിന് അനുമതി നൽകിയ നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 3 പീടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നാട്ടുകാർ സ്വന്തം പണം ചിലവഴിച്ച് താൽക്കാലികമായി കുഴികൾ നികത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ പുലർച്ചെ 5:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. താന്യം പഞ്ചായത്തിലെ കേടുവന്ന തെരുവുവിളക്ക് കത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് മെമ്പർ മിനി ജോസ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ റാന്തൽ വിളക്ക് കത്തിച്ച് വാർഡ് മെമ്പർ മിനി ജോസിന് നൽകി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിൽ ഫിഫ ഫാൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെന്നി തെരേസയും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ നിർമ്മൽ മരിയയും കളിക്കളത്തിലിറങ്ങി മത്സരത്തിന് ആവേശം പകർന്നു. ലോകകപ്പിന്റെ ഭാഗമായി തൃശൂർ CMS ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞെത്തി. പരിപാടികൾക്ക് കായിക അധ്യാപകൻ സോണി, പ്രധാനാധ്യാപകൻ സജി സാമുവേൽ, പ്രിൻസിപ്പൽ മിനി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഫുട്ബോൾ പരിശീലകനായിരുന്ന TK ചാത്തുണ്ണയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. കാരുണ്യ സംഘടനയായ മേഴ്സി കോപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കുന്നതിനായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ ബിഗ് സ്ക്രീൻ പ്രദർശനം ഏർപ്പെടുത്തി. ചാവക്കാട് ഏനാമാവ് റോഡിൽ പീപ്പിൾസ് ഫാബ്രിക്സിന് മുൻവശത്തുള്ള അൽ ഹദീർ കെട്ടിടത്തിലാണ് വലിയ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ഉയർത്തി തൃശൂർ കൃഷ്ണപുരം കാറ്ററസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇഷ്ട ടീമുകളുടെ പതാകകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ച് വിവിധ ടീമുകളുടെ ആരാധകരും ഫുട്ബോൾ പ്രേമികളും പങ്കെടുത്തു. ഓട്ടുപാറയിൽ JCB കയറ്റിയ ലോറി മദ്യലഹരിയിൽ അശ്രദ്ധമായി ഓടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഡ്രൈവർ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. മരത്തക്കര സ്വദേശി പ്രിൻസ് ആണ് പിടിയിലായത്. കലാമണ്ഡലത്തിലെ നിയമന നടപടികൾ കലാമെറിറ്റിനേക്കാൾ പാർട്ടി സ്വാധീനത്തിനും വ്യക്തിപര താൽപര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആരോപണം. വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന ആരോപണമുള്ള വ്യക്തിയെ ഉൾപ്പെടുത്തിയാണ് കലാമണ്ഡലത്തിലെ ഇന്റർവ്യൂ നടപടികൾ നടക്കുന്നതെന്നും കലാമണ്ഡലം വിവേക്, കലാമണ്ഡലം വിപിൻ എന്നിവർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം. കഠിനമായ വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് അടിയന്തര ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നാണ് ആരോപണം.
ആരോപണങ്ങൾ തള്ളി ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ. ചെറിയൊരു കുടുംബ വിഷയത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി അപകീർത്തികരമായ വ്യക്തിഹത്യകൾ നടത്തുകയും അതിനെ ആഘോഷമാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തീർത്തും പ്രതിഷേധാർഹമാണെന്ന് ശ്രീകുമാർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രവർത്തകർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മോട്ടോർ ആൻഡ് മസ്ദൂർ സംഘം ഫെഡറേഷൻ പ്രസിഡന്റ് AC കൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെയും കൊമ്പൊടിഞ്ഞമാക്കൽ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 21-ന് സംഘടിപ്പിക്കും. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി മരുന്നുകളും നൽകും. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം. വാഹനാപകടത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ജീവനക്കാരനായ യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി കാരപ്പള്ളി വീട്ടിൽ ഭാസി മകൻ 29 വയസ്സുള്ള ശ്രീരാജാണ് മരിച്ചത്. തമിഴ്നാട് പെരുമണലൂരിലാണ് അപകടം നടന്നത്. പഴുവിൽ തെരുവുനായയുടെ ആക്രമണം. 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിന് ആവേശം പകർന്ന് കെട്ടുങ്ങൽ അർജന്റീന ഫാൻസ് ക്ലബ്ബ് ഏനാമാവ് കായലിൽ കൂറ്റൻ കട്ടൌട്ടർ ഉയർത്തി. 1,00,000 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 40 അടിയോളം ഉയരമുള്ള കട്ടൌട്ടർ സ്ഥാപിച്ചത്. BJP നേതാവ് ശ്രീകുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണം ഗൌരവകരമെന്ന് CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ. ഇക്കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കണമെന്നും അബ്ദുൽ ഖാദർ. ലോകകപ്പ് മത്സരങ്ങൾ ഫുട്ബോൾ പ്രേമികളിൽ എത്തിക്കാൻ വലപ്പാട് ഫുട്ബോൾ അസോസിയേഷൻ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ബിഗ് സ്ക്രീൻ സ്ഥാപിച്ചു. ബിഗ് സ്ക്രീൻ പവലിയൻ ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന മണിച്ചാൽ ചിൽഡ്രൻസ് പാർക്കിലെ സുരക്ഷാ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച എളവള്ളി പഞ്ചായത്തിലെ 5 റോഡുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ബ്രഹ്മകുളത്ത് നടന്ന ഉദ്ഘാടനം MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കൽ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഔഷധ ചെടികൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് ജേക്കബ് സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷിജിക്ക് ഔഷധ ചെടികൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.